ഇടക്കൊച്ചി ജ്ഞാനോദയം ക്ഷേത്രത്തിൽ ഉത്സവത്തിന് കൊണ്ടുവന്ന ആന ഇടഞ്ഞു. 2 കാറുകളും 8 ബൈക്കുകളും അടക്കം ആന തകർത്തു. 2.5 മണിക്കൂർ നീണ്ട പരിശ്രമത്തിനൊടുവിലാണ് ഊട്ടോളി മഹാദേവൻ എന്ന ആനയെ തളച്ചത്. ഇടക്കൊച്ചി ജ്ഞാനോദയം ക്ഷേത്രത്തിലാണ് ഉത്സവ എഴുന്നള്ളിപ്പിന് കൊണ്ടുവന്ന ഊട്ടോളി മഹാദേവൻ എന്ന ആന ഇടഞ്ഞത്. ആനയെ കുളിപ്പിക്കുന്നതിനിടെയാണ് ആന ഇടഞ്ഞത്. തുടർന്ന് ജ്ഞാനോദയം ക്ഷേത്രത്തിൽ നിന്ന് ഇടക്കൊച്ചി ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിന്റെ മുറ്റത്തേക്ക് ആന ഓടിയെത്തി. ക്ഷേത്രമുറ്റത്ത് നിർത്തിയിട്ടിരുന്ന 2 കാറുകളും 1 വാനും 8 ബൈക്കുകളും ആന തകർത്തു. ആനയെ തളയ്ക്കാൻ പാപ്പാമാർ പരമാവധി ശ്രമിച്ചുവെങ്കിലും ആന ക്ഷേത്രത്തിന് ചുറ്റുമോടിയത് പരിഭ്രാന്തി വരുത്തി. ഇതിനിടെ ആനയെ ക്ഷേത്രത്തിൽ കൊണ്ടുവന്ന ലോറി കുത്തിമറിക്കാനും ആന ശ്രമിച്ചു. ആന ഇടഞ്ഞ വിവരമറിഞ്ഞ് ആളുകൾ ക്ഷേത്രത്തിന് ചുറ്റും കൂടിയതോടെ ആന കൂടുതൽ പ്രകോപിതനായി. ക്ഷേത്രത്തിനു മുന്നിലൂടെ പോകുന്ന സംസ്ഥാനപാതയിലേക്ക് ആന ഓടിക്കയറിയതോടെ സ്ഥിതി കൂടുതൽ സങ്കീർണം. ഒടുവിൽ എലഫന്റ് സ്ക്വാഡും ആനയുടെ പാപ്പാന്മാരും ചേർന്ന് ആനയെ വീണ്ടും ക്ഷേത്രമുറ്റത്തെ മൈതാനത്തേക്ക് എത്തിച്ചു. കുരുക്കിട്ട് ആനയെ തളയ്ക്കാൻ ശ്രമിച്ചുവെങ്കിലും ആന കുരുക്ക് പൊട്ടിച്ച് കൂടുതൽ ദൂരത്തേക്ക് ഓടി. നേരം ഇരുട്ടി തുടങ്ങിയ ശേഷവും ആനയെ തളയ്ക്കാൻ സാധിക്കാതിരുന്നത് നാട്ടുകാർക്കിടയിലും പരിഭ്രാന്തി വരുത്തി. ഇതിനിടെ ക്ഷേത്രത്തിന്റെ മതിലും ആന ചവിട്ടി പൊളിച്ചു. ആളുകൾ ക്ഷേത്ര പരിസരത്ത് കൂടിയതോടെ പോലീസ് ആളുകളെ വിരട്ടി ഓടിച്ചു. 2.5 മണിക്കൂർ നീണ്ട ശ്രമത്തിനൊടുവിൽ ആന സ്വയം ശാന്തനായപ്പോഴാണ് ആനയുടെ കാലിൽ കുരുക്കിട്ട് ക്ഷേത്ര ഹാളിൽ ആനയെ കെട്ടാൻ സാധിച്ചത്. തുടർന്ന് അരമണിക്കൂർ നീണ്ട പരിശ്രമത്തിനൊടുവിൽ ആനയെ പൂർണ്ണമായും തളച്ചു. ആന ഇടഞ്ഞ മണിക്കൂറുകൾ കഴിഞ്ഞിട്ടും സംഭവസ്ഥലത്ത് വേണ്ട നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്താൻ വനം വകുപ്പ് ഉദ്യോഗസ്ഥരടക്കം എത്താതിരുന്നത് കടുത്ത ജനരോഷത്തിനുമിടയാക്കി. പ്രദേശത്തെ കൗൺസിലർ ജില്ലാ കളക്ടറെ ഫോണിൽ വിളിച്ച ശേഷമാണ് കൂടുതൽ ഉദ്യോഗസ്ഥർ സ്ഥലത്തെത്തിയത്. നിലവിൽ ക്ഷേത്ര പരിസരത്ത് തളച്ചിരിക്കുന്ന ആനയെ നാളെ വനം വകുപ്പ് ഉദ്യോഗസ്ഥർ പരിശോധിക്കുമെന്നാണ് അറിയിച്ചിരിക്കുന്നത്. ഉദ്വേഗജനകമായ 2 മണിക്കൂറുകൾ നീണ്ട പരിശ്രമത്തിന് ശേഷമാണ് ഊട്ടോളി മഹാദേവൻ എന്ന ആനയെ തളയ്ക്കാൻ സാധിച്ചത്. ആന വരുത്തിയ നാശനഷ്ടങ്ങളെക്കുറിച്ച് ഇനി പരിശോധന നടത്തേണ്ടിയിരിക്കുന്നു. ക്യാമറമാൻ അഭിജിത്തിനൊപ്പം എസ് ശ്യാംകുമാർ, 24, കൊച്ചി.